Hi Carrots, Jay and welcome back to my channel. കേരറ്റ്സ് നിങ്ങളും 2026 SSCGയുടെ എക്സാം എഴുതിയതിനു ശേഷം ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കേഡറ്റ് ആണോ? നിങ്ങളുടെ ഫിസിക്കലിന് ശേഷം നെക്സ്റ്റ് വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈവൻ്റ് ആ മെഡിക്കൽ എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് SSC ഒരു അപ്ഡേറ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് SSCGയുടെ PST ആൻഡ് മെഡിക്കൽ റിലേറ്റഡ്. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കേരറ്റ്സ് 2026 SSCGയുടെ സെലക്ഷൻ പ്രോസസ്സിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചെറിയൊരു നോട്ടീസാണ് SSC ഔട്ട് ചെയ്തിരിക്കുന്നത്, പക്ഷേ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളും 2026 SSCGക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം, കാരണം നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നതിന് വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. SSC കഴിഞ്ഞ വീക്കിലാണ് ഈ ഒരു അപ്ഡേറ്റ് ഔട്ട് ചെയ്തത്. അതും ഫിസിക്കൽ റിലേറ്റഡും അതേപോലെ തന്നെ മെഡിക്കൽ ആൻഡ് PST ടെസ്റ്റ് റിലേറ്റഡ് ആണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം ഇവിടെ നിങ്ങൾ റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾ പാസ് ആകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കണം. വെയ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് SSC ഔട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കുട്ടികളെ PST ടെസ്റ്റിലുള്ള ഒരു ഈവൻ്റ് ആണ് വെയ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹൈറ്റിനും ഏജിനും അനുസരിച്ചിട്ടുള്ള വെയ്റ്റ് നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഡിസ്ക്വാളിഫൈ ആവുന്നതായിരിക്കും. അതായത് അണ്ടർ വെയ്റ്റ് അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് എന്ന കാറ്റഗറിയിൽ നിങ്ങൾ പെടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു ചാൻസിലേക്ക് ട്രൈ ചെയ്യുന്നത്. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം റിട്ടേൺ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ പിന്നെ ഫിസിക്കലിന് വേണ്ടി ഒരു കട്ട് ഓഫ്, മെഡിക്കലിന് വേണ്ടി ഒരു കട്ട് ഓഫ്, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ വേണ്ടി ഒരു കട്ട് ഓഫ്. ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെ അപ്ഡേറ്റ് എടുത്താൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ക്രോസ് ചെയ്യേണ്ടി വരുന്ന ഒരു ജോബാണ് SSCGD എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, ഒഫീഷ്യൽ നോട്ടീസാണ് ഔട്ടായിരിക്കുന്നത്. ഇന്നത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റിവൈസ്ഡ് യൂണിഫോം ഗൈഡ് ലൈൻ ഫോർ മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ എക്സാമിനേഷൻ്റെ അപ്ഡേറ്റ്സ് ആണ്. ഇതിനു മുന്നേയും ഈ ഓരോ അപ്ഡേറ്റ്സും 2015-ലും 2025-ലും ചെറുതായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ കാര്യങ്ങളെല്ലാം ആൾറെഡി ഈ ലെറ്ററിൽ SSC ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളിപ്പോൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ അറിയേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ വേറൊരു ലെറ്റർ കൂടി ഔട്ടായിട്ടുണ്ട്. ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ടുന്നത്. സോ ഇതാണ് ആ ഒരു ലെറ്ററിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്. നോക്കൂ കുട്ടികളെ, എന്താണെന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ PST ടെസ്റ്റിനകത്ത് വരുന്ന ഈവൻറ്റുകളാണ് ഹൈറ്റ്, വെയിറ്റ് ആൻഡ് ചെസ്റ്റ്. ഇതിന് മുൻപൊക്കെ എങ്ങനെയായിരുന്നു ഫിസിക്കൽ നടന്നുകൊണ്ടിരുന്നത്, അതേപോലെ തന്നെ PST ടെസ്റ്റ് നടന്നുകൊണ്ടിരുന്നത്? SSCGയുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും. ആ ഷോർട്ട് ലിസ്റ്റിൽ വന്ന എല്ലാ കുട്ടികൾക്കും നെക്സ്റ്റ് ഫിസിക്കൽ കാണും. ആ ഫിസിക്കൽ സമയത്ത് തന്നെയാണ് ഈ ഒരു PST ടെസ്റ്റ് നടക്കുന്നത്. ഇതിനെ പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. ഈ ഒരു ടെസ്റ്റിലാണ് നിങ്ങൾ ഹൈറ്റും വെയിറ്റും ചെസ്റ്റും നോക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ ഫിസിക്കലിനോടൊപ്പം തന്നെയാണ് ഇത് നോക്കിക്കൊണ്ടിരുന്നത്. ഹൈറ്റ് നോക്കും, പ്രോപ്പറായിട്ടില്ലേ, അൺഫിറ്റ് ആകും. വെയിറ്റ് നോക്കും, അതേപോലെ തന്നെ ചെസ്റ്റ് നോക്കും. ഇനി ഈ വർഷത്തെ അപ്ഡേറ്റ് അനുസരിച്ച് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ് PSTയിൽ ഇനി മുതൽ നിങ്ങളുടെ ഹൈറ്റും അതേപോലെ തന്നെ ചെസ്റ്റ് മാത്രമേ നോക്കത്തുള്ളൂ. ബാക്കി വെയിറ്റ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ നിങ്ങളെ ചെക്ക് ചെയ്യുന്നത് മെഡിക്കൽ ടൈമിലായിരിക്കും. എന്താണ് കുട്ടികളെ? മെഡിക്കൽ ടൈമിലായിരിക്കും നിങ്ങളുടെ ഇനി വെയിറ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ മിക്ക കുട്ടികൾക്ക് തോന്നും വെയിറ്റ് അല്ലേ, അതിനെന്താ, നമുക്ക് പ്രോബ്ലം ഒന്നും വരത്തില്ല. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ PST ടെസ്റ്റിൽ നിങ്ങളുടെ ഹൈറ്റ് എത്രയാണോ അതേപോലെ തന്നെ നിങ്ങളുടെ ഏജ് എത്രയാണോ, ഇത് രണ്ടും അനുസരിച്ച് ഒരു റേഞ്ച് ഉണ്ട് നിങ്ങളുടെ വെയിറ്റിൻ്റെ. അതിനെ BMI എന്ന് പറയും. ആ BMI റേഞ്ചിലുള്ള ആ ഒരു വെയിറ്റിനിടയിൽ നിങ്ങളുടെ വെയിറ്റ് വന്നിരിക്കണം. കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അണ്ടർ വെയിറ്റ് ആവുന്നതായിരിക്കും, കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓവർ വെയിറ്റ് പേഴ്സൺ ആവുന്നതായിരിക്കും. ക്ലിയർ ആയാലോ? ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഇതാണ് ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആന ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് 18-നും 22-നും 23, 27, 28, 32, 31, 37. പിന്നെ ഇവിടെ നിങ്ങൾ ഹൈറ്റും കാണാം. ഇത് ഫീമെയിലിൻ്റെയാണ്, ഇത് മെയിലിൻ്റെയാണ്. നിങ്ങൾക്കിവിടെ ഹൈറ്റും കാണാം. 156 മുതൽ 190 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരെയുള്ള അപ്ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. 18 മുതൽ 37 വയസ്സ് വരെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളുടെയും BMI റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്തിരിക്കണം, കേട്ടോ കുട്ടികളെ. ഇനി ഇതിനിടയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് പറ്റുന്നത്? പ്രോബ്ലം, നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും. അതും വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ അൺഫിറ്റ് ആവുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങൾ അവിടെ നിന്ന് റിജക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യുക.
നിങ്ങളുടെ ഹൈറ്റ് എത്രയാണെന്നും പിന്നെ ഒരു ബെനിഫിറ്റും ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് നഷ്ടങ്ങളും വരുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ കേൾക്കണം നിങ്ങൾ. ഫിസിക്കലിന് ശേഷമാണ് ഈ വരുന്ന PST ടെസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ എന്ന് പറയുന്നത് ചിലപ്പോൾ 1 മാസം 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും. ചില കുട്ടികളുടെ വെയിറ്റ് 80 ആയിരിക്കും ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ. ആ കുട്ടികൾ കഷ്ടപ്പെട്ട് വെയിറ്റ് എല്ലാം കുറച്ച് 65 കിലോ ആക്കിയിട്ട് ഫിസിക്കൽ അങ്ങ് പാസ്സാവും. ഫിസിക്കൽ പാസ്സായതിനു ശേഷം പിന്നെ മെഡിക്കൽ വരുന്നത് 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അന്നേരം ഈ 65 അല്ലെങ്കിൽ 68 കിലോ ഉള്ള വ്യക്തി ചിലപ്പോൾ ഈ 1 അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ പിന്നെ 80 കിലോ ആവും. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ PST ടെസ്റ്റിൽ എത്രയാണോ ഹൈറ്റ് നോക്കിയത് അതിൻ്റെയും പിന്നെ ആ ഒരു കേഡൻ്റെ ഏജും അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ മെഡിക്കൽ വരുന്ന സമയത്ത് അവൻ്റെ വെയിറ്റ് കൂടിയിരിക്കുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവൻ എന്താണ് അൺഫിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വെയിറ്റ് കുറച്ച് കഷ്ടപ്പെട്ട് വന്നിട്ട് ഫിസിക്കൽ പാസ്സായതിനു ശേഷം പിന്നെ വെയിറ്റ് കൂടിയാണെന്നുണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് റിജക്റ്റ് ആവുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് അറിയാൻ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യുക. 2025 തന്നെ SSGD റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് നമ്മൾ മാത്രമാണ്. കേരള ആർമി ഡിഫൻസ് അക്കാഡമിയിൽ 2026 ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും ഫുൾ ക്ലാസ്സുകൾ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ആർമിയുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ജൂൺ 1st വീക്ക് മുതലാണ്. നിങ്ങൾ ഇതുവരെ എങ്ങും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. GD, ട്രേഡ്സ്മാൻ, WMB, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ ഓഫീസ് അസിസ്റ്റൻറ്റ് എല്ലാ ട്രേഡിൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ 2026 നേവി SSR MRൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. SSR, MR, MA എല്ലാത്തിനും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ നേവി SSR MR ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1 തന്നെ സ്റ്റേജ് 2 റിട്ടേൺ ക്ലാസ്സും അതേപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ. ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും കേഡറ്റ് നേവിയുടെ എക്സാമിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നേവിയുടെ എക്സാം 13-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റ് കിട്ടും, പിന്നെ സ്റ്റേജ് 2 ഫിസിക്കൽ ട്രെയിനിങ് കിട്ടും, സ്റ്റേജ് 2 ക്ലാസ്സും കിട്ടുന്നതായിരിക്കും. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് കുട്ടികളെ. നിങ്ങളും ഡിഫൻസ് ജോബിന് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ആ ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് BMAയുടെ ചാർട്ടും ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.